ഫുൾ ഓൺലി ക്രിസ്റ്റ നോക്കുന്നവർക്ക് അത് ബെസ്റ്റ് ഓപ്ഷൻ. സീറോ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന 50,000 രൂപക്ക് വണ്ടി കൊണ്ടുപോകും. കേരളത്തിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഡീലേഴ്സും അത് പ്രൊവൈഡ് അല്ല. എല്ലാ ചെക്കിംഗ് വാറണ്ടി 15 ദിവസത്തെ വാറണ്ടിയാണ് പറയാറ്. നമ്മൾ 6 months അത്രയും കോൺഫിഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഏത് വാഹനം എടുക്കുന്ന 6 മാസം നമ്മളെ റൈഡ് ഓൺ പ്ലാനറ്റിന്റെ നമ്മളെ വാറണ്ടി അഗ്രിമെന്റിൽ കൊടുക്കുന്നുണ്ട്. അഗ്രിമെന്റിൽ നമ്മൾ കൊടുക്കും 6 മാസത്തെ വാറണ്ടി. 10 ലക്ഷത്തിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് കൊടുക്കാം. അത് നമ്പർ ഒന്നും ഹൈഡ് ചെയ്തില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഹിസ്റ്ററി എടുത്ത് അത് ഓക്കെ ആണെങ്കിൽ നേരെ 100% ചാർജ് പറ്റും. ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കമ്പനിയിൽ വണ്ടി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ഞങ്ങൾ ചെയ്തു തരും ചെയ്യൂല. 15-16 ഫോർച്യൂണുകൾ സ്റ്റോക്ക് ഉണ്ട്. ചെറുവണ്ടികളിൽ മാരുതി ഉണ്ട്, ഹോണ്ട ഉണ്ട്, ഹൈൻഡായി ഉണ്ട്. എല്ലാ വണ്ടികളും ഏകദേശം ഒരു 60 വണ്ടിയുടെ കളക്ഷൻ നമ്മുടെ തന്നെ അവൈലബിൾ ആണ്. ഫ്രണ്ട്സ്, നമ്മൾ ഒരു വണ്ടി ചാകരായിട്ടാണ് വന്നിട്ടുള്ളത്. SUV-കളൊക്കെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് സാധാരണക്കാരനൊക്കെ ചെറിയ ചെറിയ ബഡ്ജറ്റിൽ നല്ല മൈലേജ് വാഹനങ്ങൾ നോക്കുന്നവർക്ക് ഒത്തിരി കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഈ ഒരു സൈഡ് കണ്ടതാണോ നമുക്ക് ജമണ്ടൻ ഗജരാജന്മാരാണ്. നമ്മളെ കിഡ്ലം ഫോർച്യൂണറുടെ പലജാതി ഐറ്റംസുകളാണ് ഈ ഒരു സൈഡിൽ മൊത്തം ഉണ്ട്. അതേപോലെ ടയോട്ടകൾ, ഇന്നോവകളുടെ ഒക്കെ നല്ലൊരു കളക്ഷനായിട്ടും റൈഡോങ്കാസിലാണ്. കൂടെ നമ്മളെ ഷെരീഫ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഇത്തവണ നമ്മളടുത്ത് ഇപ്പൊ ഏകദേശം ഒരു 15-16 ഫോർച്യൂണുകൾ സ്റ്റോക്ക് ഉണ്ട്. ചെറുവണ്ടികളിൽ മാരുതി ഉണ്ട്, ഹോണ്ട ഉണ്ട്, ഹൈൻഡായി ഉണ്ട്. എല്ലാ വണ്ടികളും ഏകദേശം ഒരു 60 വണ്ടിയുടെ കളക്ഷൻ നമ്മുടെ തന്നെ അവൈലബിൾ ആണ്. ഒരു 10 ഫോർച്യൂണർ ഇന്നോവകള് നമ്മുടെ അടുത്ത് അടുത്ത യാർഡിലുണ്ട്. അതും കൂടെ നമുക്ക് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഒരു രാജാക്കന്മാരുടെ ഒരു ഏരിയ ആണ് ഈ ഒരു സൈഡ് മൊത്തം അല്ലെ. അപ്പൊ അത്യാവശ്യം നല്ല ഫോർച്യൂണർ കളക്ഷൻസ് എല്ലാ സമയത്തും മോഡൽ കുറഞ്ഞതുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പൊ ഏത് റേഞ്ചിലുള്ള ഫോർച്യൂണർ നോക്കുകയാണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വണ്ടിയിൽ പോകാന്നുള്ളത് നമ്മൾ 12 മുതൽ 23 വരെയുള്ള വണ്ടികൾ നമുക്ക് കാണിച്ചു കൊടുക്കാം. പ്ലസ് ഒരു ടോപ്പ് 45,000 കിലോമീറ്റർ ഓടിയ സഫാരി 2021 മോഡല് അതും നമുക്ക് വീഡിയോയിൽ പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പൊ അതിന് മുമ്പ് ഫസ്റ്റ് തന്നെ ശരി ആരെങ്കിലും റൈഡോൺസിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കറക്റ്റ് ഇവിടെ എത്തിച്ചേരാം? നമ്മൾ കൊണ്ടോട്ടി മലപ്പുറം അല്ലെങ്കിൽ മഞ്ചേരി കൊണ്ടോട്ടി പോണ വഴിയിൽ മലപ്പുറത്ത് നിന്നാണെങ്കിലും മഞ്ചേരി നിന്നാണെങ്കിലും കറക്റ്റ് 10 കിലോമീറ്റർ നാഷണൽ ഹൈവേയിൽ മോങ്ങൻ ടൗൺ കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് കാണുന്ന ഫസ്റ്റ് ഷോറൂമാണ് നമ്മുടെ റൈഡോൺ ഓട്ടോ പ്ലാനറ്റ്. അപ്പൊ അതാണ് നമുക്ക് പിന്നെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മലപ്പുറം ഇത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലാണ്. വള്ളംപുറം അങ്ങാടി കഴിഞ്ഞ് മോങ്ങം കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങോട്ട് നമുക്ക് പിന്നെ കൊണ്ടോട്ടി ഭാഗത്ത് പോരുന്ന ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണുന്ന ആദ്യത്തെ ഫസ്റ്റ് ഷോറൂമാണ് റൈഡോൺ ഓട്ടോ പ്ലാന്റ്. അപ്പൊ ഫസ്റ്റ് നമ്മളൊന്ന് 7 സീറ്ററുകളാണ്. ഈ ഒരു ഏരിയ മൊത്തം ഫോർച്യൂണർ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇച്ചിരി വളരെ റയർ ആയിട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് നമ്മുടെ സഫാരി. എക്സാക്ട്ലി. അതായത് നമുക്ക് അത്യാവശ്യം നല്ല ഫീച്ചറിസ്റ്റിക് ആണ് വാഹനം. അതേപോലെ തന്നെ 7 സീറ്റർ ആണ്. ഈവൻ സൺറൂഫ് കാര്യങ്ങളും സേഫ്റ്റിയുടെ കാര്യത്തിൽ പക്ക ഹൈ ക്വാളിറ്റി അത്ര അഷ്യൂർ ചെയ്യുന്ന ഒരു കിഡ്ലം വാഹനം. 100% ടാറ്റയുടെ വണ്ടിയാണല്ലോ. അത്രയും ക്വാളിറ്റി ഉണ്ട്. ബിൽഡ് ക്വാളിറ്റി ആണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇല്ല എങ്ങനെയായിരുന്നു ശരീഫ് അതിന്റെ മോഡല് കാര്യങ്ങള്? ഇത് വന്നിട്ട് 2021 84 കൊണ്ടോട്ടി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒറ്റ ഓണർഷിപ്പ് വണ്ടിയാണ്. 55,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ വണ്ടിയുടെ ഹൈലൈറ്റ്. ലോ കിലോമീറ്റർ ആണ്, സിംഗിൾ ഓൺഷിപ്പ് ആണ്. അതെ, അത് മോഡൽ കൂടിയ 7 സീറ്റർ. 26 ലക്ഷത്തിന് മുകളിൽ കമ്പനിയിലുള്ള വിലയുള്ള വണ്ടി നമുക്കൊരു ഓഫർ പ്രൈസിൽ കസ്റ്റമർ കൊടുക്കാം. എത്ര രൂപ കൊടുക്കാം? ഏകദേശം ഒരു 16.25 ലക്ഷം റുപ്യക്ക് നമുക്ക് കൊടുക്കാം. അപ്പൊ ഒരു 10 ലക്ഷത്തിന്റെ ഡിപ്രീസിയേഷൻ നമുക്ക് കൊടുക്കാം. അതുപോലെ ഈ വണ്ടിയിൽ 14 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇത്രയും വലിയൊരു വാഹനം നമുക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപയുടെ ഡിഫറൻസിൽ നമുക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കും. ഇത് ഫോർച്യൂണർ നമ്മളെ വണ്ടിയാണ്, സഫാരി നമ്മളെ വണ്ടിയാണ്. പക്ഷെ ഫോർച്യൂണറും സഫാരിയും തമ്മിലുള്ള മാറ്റം ഇന്റീരിയർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ക്വാളിറ്റിയിലാണ് ടാറ്റ ഈ വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ അവരെ ഏറ്റവും പ്രീമിയം വെഹിക്കിൾ ആണ് ഇപ്പൊ ഈ ഒരു വെഹിക്കിള് ടാറ്റ ബ്രാൻഡില്. അതാണ് ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. അത് നമുക്ക് ഈ ഒരു പിന്നെ ഫോർച്യൂണറിൽ കിട്ടാത്ത ഒത്തിരി ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ് അല്ലെ. പിന്നെ ഇവിടെ മുതൽ നമുക്ക് അങ്ങോട്ട് ഫോർച്യൂണർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിന്റെ ഫസ്റ്റ് ഡ്യുവൽ ടോണിൽ വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന ഒരു കിഡ്ലം വാഹനം. എങ്ങനെയാണ് ഷെരീഫ്? ലെജൻഡറിൽ നമുക്ക് ഡ്യുവൽ ടോണിലെ വണ്ടി വന്നിട്ടുള്ളൂ. അപ്പൊ ഇത് വന്നിട്ട് നമ്മളിത് 2021 മോഡല് 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 82,000 കിലോമീറ്റർ അമാന സർവീസ് മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. ഒറിജിനൽ കേരള വാഹനം, പക്ക ഒറിജിനൽ കേരള. ഒറ്റ ഓണർഷിപ്പ് വണ്ടി. കേൽ 10 മലപ്പുറം രജിസ്ട്രേഷൻ വണ്ടി. അപ്പൊ നമ്മൾ ഇവിടുത്തെ വണ്ടിയാണ്. അതേപോലെ തന്നെ സിംഗിൾ ഓൺഷിപ്പ് ആണ്. 82,000 കിലോമീറ്റർ 2 വീൽ ഓട്ടോമാറ്റിക്കല് ലെജൻഡർ.
നമുക്ക് പക്ക എല്ലാ ഹൈ ക്വാളിറ്റി നമുക്ക് അത്രയും അഷ്യൂർ ചെയ്യാൻ പറ്റും. 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റുന്ന വണ്ടി, സീറോ ക്ലെയിം വണ്ടി. അപ്പൊ ഒരു ടച്ചപ്പ് പോലും കയറിയിട്ടില്ല എന്ന് പറയാം, അത്രയും ഹൈ ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന വണ്ടി. എത്ര നമുക്ക് ഈ വണ്ടി നമുക്ക് കൊടുക്കാം? 43 ലക്ഷം രൂപ കൊടുക്കാം. 43 ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാം? ഇതുമ്പോ നമുക്കൊരു 38 ലക്ഷം രൂപ വരെ ലോണും ചെയ്യാൻ പറ്റില്ല. ദെൻ വീണ്ടും എഗെയിൻ നമുക്ക് സെയിം തന്നെയാണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു? ഇത് വന്നിട്ട് 2021 മോഡൽ 4 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. അപ്പൊ നേരത്തെ 2 വീൽ ആയിരുന്നു, 4 വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു ഇത് മോഡൽ കാര്യങ്ങൾ? ഇത് 2021 മോഡലാണ്. 1,12,000 കിലോമീറ്റർ, 1/10 സർവീസ് ഇപ്പൊ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞു. KL85 ഫറൂഖ് രജിസ്ട്രേഷൻ ആണ്. ഒക്കെ നമുക്ക് തൊട്ടടുത്തുള്ള വണ്ടികളാണ്, ഒക്കെ കേരള വണ്ടികളാണ് വരുന്നത്. അതും ഓൺഷിപ്പ് എങ്ങനെയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ്. പിന്നെ ഫുള്ള് ഹിസ്റ്ററി എല്ലാം പക്ക 100% സീറോ ക്ലെയിം വണ്ടി. ഇതൊക്കെ ടയോട്ട ആയതുകൊണ്ട് 5 ലക്ഷം വരെ ഒരു പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററി എടുത്തിട്ട് നമ്മൾ കസ്റ്റമറോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം റിയാസ് ഭായ്, നിങ്ങൾ വണ്ടിയുടെ ഹിസ്റ്ററി എടുത്തിട്ട് വരിക. നമ്മൾ ഹിസ്റ്ററി അവൈലബിൾ ആണ്, ഹൈഡ് ചെയ്തിട്ടില്ല. നമ്മൾ വണ്ടിയുടെ ഒരു നമ്പറും നമ്മൾ ഹൈഡ് ചെയ്യല്ല. അപ്പൊ അങ്ങനെ കൺസേൺ ആയിട്ടുള്ള ആളുകൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് മാത്രം വരിക. അപ്പൊ അവർക്ക് ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്പർ ഒന്നും ഹൈഡ് ചെയ്തില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഹിസ്റ്ററി എടുത്ത് എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നേരെ 100% ചാർജ് പറ്റും. ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കമ്പനിയിൽ വണ്ടി കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് ഞങ്ങൾ ചെയ്തു തരും ചെയ്യൂല. എത്ര നമ്മൾ ഈ വാഹനത്തിന്? 45 ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ഇത് 61 ലക്ഷം രൂപ കമ്പനിയിൽ ഓൺ ദ റോഡ് പ്രൈസ് ഉള്ള വണ്ടിയാണ്. ഏകദേശം ഒരു 10-15 ലക്ഷത്തിന് മുകളിൽ നമുക്ക് ഡിപ്രീസിയേഷൻ. അത് നമ്മൾ ടയോട്ടയുടെ വണ്ടിയിലാണെന്നുള്ളത് ആലോചിക്കണം. ഹുണ്ടായുടെ വണ്ടിയിലോ മാരുതിയുടെ വണ്ടിയിലോ അല്ല. അതാണ് പ്രത്യേകത. ഇത് നമുക്കൊരു റയർ പീസ് കളർ അല്ലേ? അത്യാവശ്യം ഫോർച്യൂണർ ആണ്. ഇതെങ്ങനെയായിരുന്നു ഈ കളർ നമ്മുടെ നാട്ടിലൊന്നും അധികം കാണാത്തൊരു കളറാണ്. ഇത് 2018 മോഡൽ ഒറിജിനൽ കേരള വണ്ടി, 2 വീൽ ഓട്ടോമാറ്റിക്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം നമുക്ക് മിക്ക വാഹനങ്ങളും ഫോർച്യൂണർ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഇല്ല, നമുക്ക് പറയാം ഇത് നമ്മളത് രജിസ്റ്റേർഡ് വാഹനമാണ്. ഇത് ഒറിജിനൽ കേരള. അപ്പൊ ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ? ഇത് വന്നിട്ട് 1,75,000 കിലോമീറ്റർ അമാന സർവീസ് ഉള്ള വണ്ടി. എല്ലാം സർവീസ് എല്ലാം പക്കയാണ്. 100%. മോഡൽ പറഞ്ഞത് 2018. അതും ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി, അവൈലബിൾ ഒറിജിനൽ കേരള വണ്ടി. ഇത് 2 വീലാണോ 4 വീലാണോ? 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക്. എത്ര നമ്മൾ ഈ വാഹനത്തിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് 32 ലക്ഷം രൂപ. 32 ലക്ഷം രൂപ. ഏകദേശം നമുക്ക് ഒരു 3-4 ലക്ഷം രൂപ, 28 ലക്ഷം രൂപ വരെ ലോണും ചെയ്യാൻ പറ്റില്ല. ഇതിലൊക്കെ പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ മാത്രമേ ലോൺ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പ്രൊഫൈലുള്ള ഒരു കസ്റ്റമറെ സംബന്ധിച്ചാണെങ്കിൽ മാക്സിമം നമുക്ക് ലോണും ചെയ്തു കിട്ടും. ഇത് നമുക്കൊരു ഏകദേശം എമൗണ്ട് ആണ് പറയുന്നത്. ഇത് നമുക്കൊരു ഫുൾ ബ്ലാക്കില്. ഇത് ബ്ലാക്ക് അല്ല, ഇത് നമ്മളൊരു ഡാർക്ക് ഷെയ്ഡിൽ നമുക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നും, അല്ലെങ്കിൽ ഒരു തിക്ക് കോഫി കളർ ആയിട്ട് തോന്നും. ഓക്കെ. അപ്പൊ ഇതും ഒരു റയർ ആണല്ലേ? വളരെ റയർ പീസാണ്. KL73 വയനാട് സുൽത്താൻ ബത്തേരി രജിസ്ട്രേഷനിൽ അവിടുത്തെ അഡ്രസ്സിൽ നിൽക്കുന്ന വണ്ടിയാണ്. ഇത് കേരളത്തിലോട്ട് നമ്മൾ നമ്പർ ആക്കിയ വണ്ടിയാണ്. കറക്റ്റ് പക്ക അമാന സർവീസ്, 1,50,000 കിലോമീറ്റർ. നമ്പറായിട്ട് 3 വർഷം കഴിഞ്ഞ വണ്ടി. 3 വർഷം അല്ലേ? അതെ. ഓക്കെ. അപ്പൊ നമുക്ക് നിലവിൽ കുറെ കാലമായിട്ട് കേരളത്തിൽ ഓൾറെഡി ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വണ്ടി. ഇതിന് ഈ ഒരു ബമ്പർ മാത്രമാണ് ഇതിന് കമ്പനിയിൽ നിന്ന് മാറിയിട്ടുള്ളത്. ഓക്കെ. അത് നമുക്ക് ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ്. ഓക്കെ. ഇത് 2 വീലാണോ 4 വീലാണോ? ഇത് 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക്. എത്രയാണ് ഈ വാഹനം? ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന 27,25,000 രൂപ. 27,25,000 രൂപ. ഓൾമോസ്റ്റ് ഒരു 25 lakhs ലോൺ അവൈലബിൾ. അപ്പൊ 2 സംതിങ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫോർച്യൂണർ ഇറക്കി കൊടുക്കാം. അതായത് ഒരു ഇന്നോവയും ക്രിസ്റ്റൊക്കെ ഇറക്കുന്ന റേറ്റിന് ഫോർച്യൂണർ കൊണ്ടങ്ങ് പോകാം. അതും 2 വീൽ ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് ഒരു കിലോ ഫോർച്യൂണർ ആണ്. TRD കിറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന HR രജിസ്ട്രേഷനിൽ എടുക്കുന്ന ഒരു വാഹനം അല്ല. ഇത് NOC KL84 നമുക്ക് നമ്പർ ആയ വണ്ടിയാണ്. നമ്പർ ആയിട്ടുണ്ട് നിലവിൽ. എങ്ങനെയായിരുന്നു മോഡൽ? 2015 മോഡലാണ്. 1,40,000 കിലോമീറ്റർ റൺ ചെയ്ത വണ്ടിയാണ്. ഓക്കെ. വണ്ടിയിൽ മേജർ ആക്സിഡന്റോ തട്ടുമുട്ടോ റീപ്ലേസ് ഒന്നുമില്ല. ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഈ വണ്ടിക്ക് നമ്മൾ ആവശ്യപ്പെടുന്നത് 15,25,000 രൂപ. 15,25. അതായത് ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു വണ്ടി കൊടുക്കാം. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. അതും ഹിസ്റ്ററി എല്ലാം പക്കായിട്ടുള്ള ഒരു വാഹനം. അല്ലെങ്കിൽ നമ്മൾ KT4 നമ്പറും ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലോൺ വേണ്ടവർക്കാണെങ്കിൽ ലോൺ നമുക്കൊരു 13 ലക്ഷം രൂപ വരെ 2 സംതിങ് സുഖമായിട്ട് വണ്ടി ഇറക്കാം. അഗൈൻ നമുക്ക് വീണ്ടും ഒരു ഫോർച്യൂണർ തന്നെയാണ് വരുന്നത്. 2014 മോഡലാണ്. ഇതും നമ്മൾ KL10 മലപ്പുറം രജിസ്ട്രേഷനിൽ നമ്പർ ആയിട്ടുണ്ട്. ഓക്കെ. ഇത് 2 വീൽ ഓട്ടോമാറ്റിക്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. അത്യാവശ്യം പക്ക നമുക്ക് നിലവിൽ ഒരു വർക്കും ചെയ്യിക്കാനൊന്നുമില്ല. ഈ വണ്ടിയിൽ ഇതിന്റെ മെയിൻ ഗ്ലാസ് കണ്ടില്ലകള്, ഇത് ക്രാക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു 1 ഡേ മതി കസ്റ്റമർക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ. കാരണം ഈ തെങ്ങും ഒച്ചയ്ക്ക് നാട്ടിൽ ഒരുപാട് ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. അപ്പൊ കസ്റ്റമർക്ക് മാറ്റാതെ നിർത്തിയതാണ്. അതെ.
വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം. ടയോട്ടയിൽ ഒറിജിനൽ ഗ്ലാസ് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി അതല്ല ഇങ്ങനെ നിർത്തണം ഇങ്ങനെ നിർത്തി ചെയ്യാം എടുക്കാം. അപ്പൊ റീപ്ലേസ് വേണ്ട, ഇതന്നെ മതി, യൂസ് ചെയ്യാൻ കംഫർട്ട് ആണെങ്കിൽ ഇത് മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഒരു അഡ്വൈസ്. കാരണം ഇത് ഗ്രാജുവലി ഇതിന്റെ ക്രാക്ക് കൂടുതലായിട്ട് വരും. അപ്പൊ നമുക്ക് ഒറിജിനൽ ടയോട്ടയുടെ ഗ്ലാസ് തന്നെ മാറ്റി കൊടുക്കാം. അപ്പൊ കസ്റ്റമർ വന്നിട്ട് റീപ്ലേസ് എങ്ങനെയാന്ന് നമ്മൾ കാണിച്ചിട്ട് വേണമെങ്കിൽ ഓരോ താല്പര്യം നമ്മൾ മാറ്റി 24 hours നമുക്ക് മാറ്റി കൊടുക്കാം. എത്രയാണ് ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നത് 14.5 ലക്ഷം രൂപ. 14 ലക്ഷം രൂപ, ഏകദേശം 14.5 14.5 ആണ്. അപ്പൊ നമുക്ക് ട്രാക്കിന് 2.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറങ്ങും. ഇത് നമുക്ക് അഗൈൻ വീണ്ടും ഒരു വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഓരോന്നിലും നമുക്ക് പ്രത്യേകതകൾ 12, 12, 12, 13, 14, 15, 17, 18, 21, ഇതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ മോഡൽസുകളും ഉണ്ട്. അത് നമുക്ക് അഫോർഡബിൾ ആയ പല റേറ്റുകളും ഉണ്ട്. അതായത് ഒരു കസ്റ്റമർക്ക് എങ്ങനെ അഫോർഡ് ചെയ്യാൻ പറ്റും, ആളെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, ആളൊരു ഫോർച്യൂണർ ഉപയോഗിക്കാൻ താല്പര്യമുള്ള ആളാണോ, നമ്മളത് 100% ഫുൾഫിൽ ചെയ്ത് കൊടുക്കും. അപ്പൊ അത്രയും കളക്ഷൻസ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ ഒരു ചെറുവാനം വെക്കുന്ന ലാഭത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഇത്രയും വലിയ വാഹനങ്ങൾ. അതായത് ഒരാളും നമ്മളടുത്തേക്ക് വണ്ടിക്ക് വന്നിട്ട് മടങ്ങി പോകരുത്. ഒരു ഫോർച്യൂണർ യൂസ് ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിൽ വരുന്ന ഒരാൾ, ഫോർച്യൂണർ മാത്രമല്ല നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ 2 ലക്ഷം മുതൽ ഏകദേശം 45 ലക്ഷം രൂപ വരെയുള്ള എല്ലാ വാഹനങ്ങളും അവൈലബിൾ ആണ്. നമുക്ക് ഓപ്ഷൻസുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു വണ്ടി നോക്കാൻ വന്ന ഒരാള് ഒരു കൈയോടെ മടങ്ങൂല എന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് മടങ്ങി പോകരുത് എന്നുള്ളതാണ്. കാരണം ഈ നിങ്ങളെ വീഡിയോ കണ്ടിട്ട് കൊല്ലം, തിരുവനന്തപുരം, കാസർഗോഡ് നിന്നൊക്കെയാണ് ആൾക്കാർ വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ കമ്മോഡിറ്റീസും നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയായിരുന്നു നമുക്ക്? ഇത് 13 മോഡല് KL 84 കൊണ്ടോട്ടി രജിസ്ട്രേഷൻ നിൽക്കുന്ന സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. ഇത് ഓടിയിട്ടുള്ളത് 2,42,000 കിലോമീറ്റർ. അമാന മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. മേജർ ആക്സിഡന്റ്, തട്ടുമുട്ട്, റീപ്ലേസ് ഒന്നും വണ്ടിയിലില്ല. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ആവശ്യപ്പെടുന്നത് 13.5 രൂപ. 12 ലക്ഷം രൂപ വരെ ലോൺ ചെയ്തു. ഒരു 1.5 സംതിങ് ഉണ്ടെങ്കിൽ വണ്ടി ഇറങ്ങി 2 വീലർ ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് അഗൈൻ വീണ്ടും നമുക്ക് 12 മോഡലാണ്. ഇത് വന്നിട്ട് 2012 മോഡല് സെക്കൻഡ് ഓണർഷിപ്പിൽ 3 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി. ഞങ്ങൾ കഴിഞ്ഞ ചെയ്തൊരു വീഡിയോയില് നമ്മൾ 5,25,000 കിലോമീറ്റർ ഒരു വണ്ടിയാണ് നമ്മൾ കൊല്ലത്ത് കൊടുത്തത്. ഒരു ബ്ലൂ വണ്ടി ഓർക്കുന്നുണ്ട്. അത് കമ്പനിയിൽ കൊണ്ട് ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് എടുത്ത വണ്ടി. അവര് എവറി 5,000 ആ വണ്ടി സർവീസ് ആണ്. അപ്പൊ അത് ഏറ്റവും മിനിമം ടയോട്ടക്കാർ 10 ലക്ഷം കിലോമീറ്റർ ആണ് അതിന് വാറണ്ടി പറയണത്. അപ്പൊ ഇത് വണ്ടി 3,05,000 കിലോമീറ്റർ ഓടിയെന്ന് വിചാരിച്ച് കേൾക്കുന്നവർ ആരും പേടിക്കണ്ട. പക്ക കമ്പനി സർവീസ് ഉള്ള വണ്ടി. അത്ര നമുക്ക് 100% വിശ്വസിച്ചു കൊടുക്കാം. എത്ര രൂപയാണ് ചോദിക്കുന്നത്? ഇതിന് 12.25 രൂപ. 12.25. നമുക്കൊരു ഇന്നോവയും ക്രിസ്റ്റയൊക്കെ വാങ്ങുന്ന പ്രൈസിനാണ് നമുക്ക് 2 വീലർ ഓട്ടോമാറ്റിക്. ഇത് നമുക്ക് അഗൈൻ വീണ്ടും നമുക്ക് 12 മോഡല്. ഈ വണ്ടി 1,18,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. നല്ല ക്വാളിറ്റി TRD കാര്യങ്ങളൊക്കെ കിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ കിറ്റ് ഓരോ വാഹനത്തിലും പ്രത്യേക ഓരോ മോഡലുകൾ ഉണ്ട്. 12 തന്നെ നമുക്ക് ഏത് കിറ്റ് ആണെങ്കിലും ഓൾറെഡി ചെയ്തിട്ട് നിങ്ങൾ കണ്ടില്ല, നമ്മൾ പല വാഹനത്തിലും പല ഗ്രില്ലുകളാണ് ചെയ്തു വെച്ചത്. അത് കസ്റ്റമർക്ക് ഒരു ചോയ്സ് ആണ്. ആൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് അതുകൊണ്ടാണ്. ഇത് ഒറിജിനൽ വരുമ്പോൾ ഇത് TR കിറ്റ് ആണ്, അത് GR കിറ്റ് ആണ്, എല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കസ്റ്റമർ വന്ന ഓരോ ആഗ്രഹത്തിനനുസരിച്ച് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എത്ര ചോദിക്കുന്നത്? ഇത് 12.5 12.5 കൊടുക്കാം. ഒരു 12 ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്തു കൊടുക്കാം. അപ്പൊ ട്രാക്കിന് ഒരു 50,000 രൂപക്ക് വണ്ടി കൊണ്ടുപോകാൻ ഇത്രയും ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു കിട്ടം ഫോർച്യൂണർ അല്ലേ? തീർന്നിട്ടില്ല കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ 3 വാഹനങ്ങൾ 4 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഇത് 2 വീൽ ഡ്രൈവ്, ഇത് 4 വീൽ ഡ്രൈവ്. ഇവിടെ KL 10 നമ്പറായ വണ്ടി. ഇത് ഒറിജിനൽ കേരള വണ്ടി, കാഞ്ഞങ്ങാട്, കാസർഗോഡ് രജിസ്ട്രേഷൻ. ഫസ്റ്റ് നമുക്ക് 2 വീൽ ഓട്ടോമാറ്റിക്. 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 2015 ആണ്. 1,84,000 കിലോമീറ്റർ. 84 പക്ക അമാന മെയിൻറ്റെയിൻ ചെയ്ത വണ്ടി. അത്ര നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. എസ്റ്റീരിയോ ഇന്ത്യയിലൊക്കെ പക്ക ഹൈ ക്വാളിറ്റി. പിന്നെ ടയേഴ്സ് ഒക്കെ ഒട്ടുമിക്ക നമുക്കൊരു 90-80% താഴോട്ട് നമ്മൾ വാഹനത്തിന്റെ ടയർ വെക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം എല്ലാം നമുക്ക് നോക്കാൻ നേരെ ഫ്യൂൽ അടിച്ച് അങ്ങ് പോയാൽ മാത്രമേ ഉള്ളൂ. ഡീസൽ അടിക്കുക, വണ്ടി കൊണ്ടങ്ങ് പോകാം. പിന്നെ ഇതിന്റെ ഒക്കെ പുറത്ത് നമ്മൾ എപ്പോഴും പറയുന്ന മാതിരി നിങ്ങൾക്ക് ഇതിന്റെ എഞ്ചിനും ഗിയർ ബോക്സിനും നമ്മൾ തരുന്ന 6 മാസത്തെ വാറണ്ടി ഉണ്ട്. ഇതിന്റെ പുറമെ നമുക്ക് അത് നമുക്ക് ആരും കൊടുക്കാത്തൊരു വാറണ്ടി. കേരളത്തിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഡീലേഴ്സും അത് പ്രൊവൈഡ് അല്ല. എല്ലാ ചെക്കിംഗ് വാറണ്ടി 15 ദിവസത്തെ വാറണ്ടിയാണ് പറയാറ്. നമ്മൾ 6 മന്ത് അത്രയും കോൺഫിഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഏത് വാഹനം എടുക്കുന്ന 6 മാസം നമ്മളെ റൈഡ് ഓൺ പ്ലാനറ്റിന്റെ നമ്മള് വാറണ്ടി അഗ്രിമെന്റിൽ നമ്മൾ കൊടുക്കും. 6 മാസത്തെ വാറണ്ടി.
ചെക്കിംഗ് വാറന്റി കൊടുക്കുന്നുണ്ട്. അപ്പൊ ധൈര്യപ്പെട്ട് നമുക്ക് എടുക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ദെൻ വീണ്ടും നമുക്ക് ഒരു 4-wheel ഡ്രൈവിൽ ഒരു 2015 മോഡലാണ്, 4-wheel ഓട്ടോമാറ്റിക് ആണ്, 1,64,000 കിലോമീറ്റർ കമ്പനി മെയിൻറ്റെയിൻ ചെയ്ത വാഹനമാണ്. കിലോമീറ്റർ ജെനുവിൻ ആണ്. മേജർ ആക്സിഡന്റോ തട്ടോ മുട്ടോ റീപ്ലേസ് ഈ വണ്ടിയിലില്ല. നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ്. അപ്പൊ അവിടെ നമുക്ക് നേരെ നമുക്ക് നമ്പർ ആക്കിയപ്പോ ഓണർഷിപ്പ് ചേഞ്ച് ആയതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 2015 അതും 4x4 ഓട്ടോമാറ്റിക് വരുന്ന വാഹനം വളരെ റയർ ആയിട്ടാണ് ഫോർച്യൂണർ ഇറങ്ങിയിട്ടുള്ളൂ ഓട്ടോമാറ്റിക്കല്. ഓക്കെ, റയർ പീസ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു കസ്റ്റമർ ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? സോ നമുക്ക് അത്യാവശ്യം നമുക്ക് പ്രീമിയം ലെവലിൽ തന്നെ വരുന്ന ഒരു വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമ്മൾ ആസ്കിംഗ് പ്രൈസ് 16.5 ആണ്. ഓക്കെ, 16.50 ആണ് വരുന്നത്. ഒരു 2 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ഇതൊരു 14 ലക്ഷം രൂപ വരെ ലോഞ്ച് ചെയ്യുന്നു. 2-2.5 ലക്ഷം രൂപ കഷ്ടം ഉണ്ടെങ്കിൽ ഈ വണ്ടിയിലൊക്കെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പുതിയത് ചെയ്ത് കൊടുക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെയും നമുക്ക് അതും നോക്കേണ്ട, എല്ലാം പക്കായിട്ട് 1 ഇയറിൽ നിങ്ങൾക്ക് വണ്ടിയിൽ പ്രത്യേകിച്ച് ഒരു എക്സ്പെൻസും പോണെങ്കിൽ ഒന്ന് എണ്ണ അടിക്കാതെ നമ്മൾ അടിച്ചു തരൂല. ഇത് നമുക്കൊരു ഒറിജിനൽ കേരള വാഹനം, നല്ല കിഡ്ലം ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന ഒരു കിഡ്ലം അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സുകളും കാര്യങ്ങളെല്ലാം ഡീക്രോമുകളൊക്കെ അത്യാവശ്യം ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി എക്സ്ട്രാ ചെയ്തിട്ടുള്ള വാഹനം. അതേപോലെ തന്നെ GR കിറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അല്ലെ? എങ്ങനെയായിരുന്നു ശരിക്കും? 2015 മോഡൽ തന്നെയാണ്. 2,76,000 കിലോമീറ്റർ ജെനുവിൻ സർവീസ് കേരള വണ്ടി, ഒറിജിനൽ കേരള. കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഓണർഷിപ്പ് സിംഗിളാ? സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? അപ്പൊ ടയറ് കാര്യങ്ങളെല്ലാം പക്കയാണ്, പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വാഹനം. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ആവശ്യപ്പെടുന്നത് 18.5. 18.5 അതും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 16 വരെ ഇതിൽ ലോൺ, കേരള വാഹനം ആയതുകൊണ്ട് തന്നെ ലോണും അവൈലബിൾ. ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ലോണും അവൈലബിൾ ആയിട്ടുള്ള ഒറിജിനൽ കേരള വാഹനം അല്ല. ഫോർച്യൂണർ കഴിഞ്ഞു, നേരെ അതിന്റെ കുറച്ച് കുഞ്ഞനുജന്മാർ കൂടി നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ ഈ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഫുള്ള് നമുക്ക് ടയോട്ട കളക്ഷൻസ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് മൈലേജ് ഒക്കെ കൺസിഡർ ചെയ്യുന്നവർക്ക് ഇന്റർകൂളർ എഞ്ചിനിൽ വരുന്ന ഒരു കിഡ്ലം ഇനോവ, അത് Type 4 ആണ് വരുന്നത്. അത് നമുക്ക് ഹെഡ്ലാംപ്സ് കാര്യങ്ങളൊക്കെ പ്രൊജക്ടർ കാര്യങ്ങളൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. 2014 മോഡൽ അല്ലേ? 2014 ഇതിൽ ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ ആക്സസറീസ് ലോഡ് ചെയ്തിട്ടുണ്ട്, അഡീഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ? KL71 നിലമ്പൂർ സ്റ്റേഷനിൽ നിൽക്കുന്ന 1,86,000 കിലോമീറ്റർ നമ്പറായിട്ട് 2 വർഷം കഴിഞ്ഞ വണ്ടിയാണ്. അപ്പൊ ഓൾറെഡി കേരളക്കാരൻ സർവീസ് ഉള്ളതാണ്, സർവീസ് എല്ലാം പക്കയാണ് അല്ലേ? അപ്പൊ നമുക്ക് 100% ഗ്യാരണ്ടി പറയാം. ഇന്ത്യ സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി, അതായത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കമ്പനി അലോയ്സ്, അവരുടെ ടയർ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. ശരിക്കും നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് 8,70,000 കസ്റ്റമർ 870 നിലവിൽ ഹാഷ് ബാഗിന്റെ പ്രൈസിനെ കൊണ്ടുപോകാം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം? നമുക്ക് ഒരു 6.5 ലക്ഷം രൂപ വരെ ലോണും ചെയ്യാം. അപ്പൊ മാക്സിമം നമുക്ക് ലോണും അവൈലബിൾ ആണ് ചെറിയൊരു പ്രൈസിന്. നല്ല മൈലേജ് നമ്മുടെ കയ്യിലുള്ളതൊക്കെ V വാഹനങ്ങളാണ്, G4 അല്ല. G4 അല്ല, V ആണ്. അതുകൊണ്ട് ഒത്തിരി എല്ലാ ഫീച്ചേഴ്സും കമ്പനി തന്നെ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ടാവും. സോ നമുക്ക് അത് ഒന്നുകൂടി നല്ല ക്വാളിറ്റി ആയിരിക്കും ചെയ്യൂല. ഇത് നമുക്ക് അടുത്തൊരു സിൽവർ ഫിനിഷിംഗ് ആണ് വരുന്നത്. അത് KL56 നമ്മൾ കൊയിലാണ്ട് രജിസ്ട്രേഷനിൽ നമ്പറായ വാഹനം. ഇതും 1,84,000 കിലോമീറ്റർ അമാന മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. നിലവിൽ 3ാമത്തെ ഓണർഷിപ്പ് ആണ് വാഹനം. 3ാമത്തെ ഓണർഷിപ്പ്. പക്ഷെ അത്യാവശ്യം നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, സ്കേറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ഒരു വർക്കും ചെയ്യാനില്ല അല്ലെ? ഇന്ത്യ സൈഡൊക്കെ നമുക്ക് നല്ല ബക്കറ്റ് സീറ്റ്സ് പ്രീമിയം ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, എയർ ബാഗ്സ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം വരുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് അടക്കം പക്ക നല്ല ഹൈ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം അല്ലെ? 2012 മോഡൽ 12 വണ്ടി നമുക്ക് ഒരു 6,90,000 കസ്റ്റമർ. 690 ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാം. നല്ല ഓഫർ പ്രൈസ് ആണ്. ഇതിൽ നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാം? 6.5 വരെ നമുക്ക് ഇതിൽ ലോൺ ചെയ്യാം, ഫുൾ ലോൺ ചെയ്യാം. അപ്പൊ അതാണ് 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന ഒരു സാധാരണക്കാരന് വലിയൊരു വണ്ടി വേണം. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, EMI ഓക്കെ ആണെങ്കിൽ നമുക്ക് നേരെ കൊടുക്കാം, നേരെ കസ്റ്റമർക്ക് വണ്ടി എടുക്കാൻ ഓടിച്ചു പോവാം. നമുക്ക് വീണ്ടും നമുക്കൊരു Type 2 അല്ലേ? ഇത് Type 3 ആസിറ്റീസ് ഒറിജിൻ. അതായത് നമുക്കൊരു കംഫർട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഒരു സ്റ്റോക്ക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ഇങ്ങനത്തെ വാഹനം ഇഷ്ടപ്പെടുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ കയ്യിലുണ്ട്. Type 4 കൺവേർട്ട് ചെയ്യാത്ത വാഹനം, പക്ക ഒരു സ്റ്റോക്ക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അതൊരു അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അതേപോലെ ഇത് V ഓപ്ഷൻ തന്നെയാണ്. V ഓപ്ഷൻ ആണ്. സിൽവർ ഫിനിഷിംഗിൽ നിൽക്കുന്ന ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ട് 1,61,000 കിലോമീറ്റർ. ഈ വാഹനം നിലവിൽ HR രജിസ്ട്രേഷനിലാണ്. ഇത് കസ്റ്റമർ ഏത് RT ഓഫീസിലാണ്, ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. അപ്പൊ നേരെ അവരുടെ പേരിലേക്ക് നമുക്ക് സെക്കൻഡ് NOC എടുത്തിട്ട് അവരെ RT ഓഫീസിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതും അന്നത്തെ V എന്ന് പറഞ്ഞാൽ അന്നത്തെ ടോപ്പ് ലോഡ് വാഹനം. പിന്നീടാണ് Z വരുന്നത്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 7 ലക്ഷം രൂപയ്ക്ക് കസ്റ്റമർ, 7 ലക്ഷം രൂപ വിത്ത് കേരള നമ്പർ, വിത്ത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ്, മാക്സിമം ലോണും ചെയ്യാം. ചെയ്യാം. ഓക്കെ, വീണ്ടും നമുക്ക് ഇതാണ്
പക്ഷെ ഒരു കിഡ്ലൻ ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ ടൈപ്പ് 4 ആണെങ്കിലും ഗ്രില്ല് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് നമുക്ക് അത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഗ്രില്ലാണ് വരുന്നത്. ഏകദേശം ഒരു 10-20,000 ഉറുപ്പിക അതിന് വില വരുന്നുണ്ട് അല്ലേ. അപ്പൊ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതും VN ആയതുകൊണ്ട് തന്നെ അലോയ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇന്റീരിയർ ആണെങ്കിൽ പക്ക വെൽ മെയിൻറ്റൈൻഡ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഷെരീഫ് ഖാൻ മോഡൽ? ഇത് നമുക്ക് പിന്നെ KL84 കൊണ്ടോട്ടി രജിസ്ട്രേഷനിൽ വാഹനം നമ്പർ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 7,90,000 ഉറുപ്പിക കസ്റ്റമർ. 790 അല്ലേ. എല്ലാം നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസ് ആണ്. അതും വി ഓപ്ഷൻ ഫുൾ ലോഡ് വണ്ടി അല്ലേ. ഇത് മാക്സിമം നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കാൻ പറ്റും? ഇതൊരു 50 രൂപ ഉണ്ടെങ്കിൽ 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. ഇനി വൈറ്റ് ഫിനിഷിംഗ് തന്നെ വേണമെന്നുള്ള വൈറ്റ് ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കണ്ണിന് കുളിരുമുള്ള ഒരു കളറാണ്. ഒരു പ്രീമിയം ലെവൽ പെയിന്റ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ? ടാക്സിക്കാരൊക്കെ ഒരു 100% പ്രിഫർ ചെയ്യണം. ഓക്കെ, അത്ര നമുക്ക് എക്സിക്യൂട്ടീവ് ആയിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ തന്നെ പറയാം. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? ഇത് വന്നിട്ട് 2015 മോഡലാണ്. നമ്മുടെ അലോയ്സ് ഒക്കെ ന്യൂ ഷേപ്പിൽ വരുന്ന ടയോട്ടയുടെ അലോയ്സ് തന്നെ വരുന്ന വണ്ടിയാണ്. ഇതും V ആണ്. 7 സീറ്റ് വാഹനമാണ്. വൈറ്റ് ഫിനിഷിംഗിൽ ബോഡി സ്റ്റിക്കർ എല്ലാം വരുന്ന വണ്ടി. 2 ലക്ഷത്തി ചില്ലറ കിലോമീറ്റർ ഓടിയിരിക്കണേ. നമുക്ക് 9.5 ലക്ഷം രൂപയ്ക്ക് കസ്റ്റമർ. 9 ലക്ഷം രൂപ. ഇതും നമുക്ക് റീവണ്ടി KL10 മലപ്പുറം രജിസ്ട്രേഷനിൽ നമ്പറായ വാഹനം. ഓക്കെ, പക്ഷെ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ഫീല്, നല്ല ഒരു പ്രീമിയം പേൾ വൈറ്റിൽ നിൽക്കുന്ന കളറാണ്. അപ്പൊ അത്രയും നമുക്ക് ഗ്യാരണ്ടി പറയും ചെയ്യാം. 100%. ഇത് നമുക്ക് നമ്മുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ വാഹനമാണ്. ടൂറിംഗ് സ്പോട്ട് നോക്കുന്നവർക്ക് ഒരു കിഡ്ലൻ വാഹനം ഉണ്ട്. 2 ക്രിസ്റ്റകളാണ് അതിൽ. ഇതൊരു സ്പെഷ്യൽ എഡിഷൻ ടൂറിസ്റ്റ് ടൊയോട്ട ക്രിസ്റ്റൽ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള വാഹനമാണ്. വൈറ്റ് കളറാണ്. കറക്റ്റ് 2,02,000 കിലോമീറ്റർ. 2 ലക്ഷത്തിന്റെ സർവീസ് ഇപ്പൊ കമ്പനിയിൽ നിന്ന് കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ, നിലവിൽ KL84 നമ്പർ രജിസ്ട്രേഷനിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വെക്കുന്ന വാഹനം. പിന്നെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ്. 100%. പിന്നെ ഇത് സ്പെഷ്യൽ എഡിഷൻ ആയതുകൊണ്ട് അതിന്റേതായ ഒരുപാട് ഫീച്ചേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. അറിയുന്നവർക്ക് അതറിയാം. ഓക്കെ, അത്രയും നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനമാണ്. അതും ഹിസ്റ്ററി എല്ലാം പക്കയാണ്. 100% അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ നമ്മളെ കയ്യിലുള്ളൂ. ബട്ട് സ്റ്റിൽ കസ്റ്റമർ ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, എത്ര നമ്മൾ ഇതിന് ചോദിക്കും? ഇതിന് 18,50,000 രൂപ. 18,50,000. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ്. ഓട്ടോമാറ്റിക് കൂടിയാണ്. സോ നല്ലൊരു പിന്നെ പ്രിഫറൻസ് ആണ്. അതേപോലെ തന്നെ ടൂറിംഗ് സ്പോട്ട് നോക്കി നടക്കുന്നവർക്ക് നല്ലൊരു കിഡ്ലൻ ഓപ്ഷൻ തന്നെ പറയാം. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇതിപ്പോ നമുക്കൊരു 17 ലക്ഷം രൂപ, ഏകദേശം 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ വാഹനം സുഖമായിട്ട് ഇറക്കാം. അത് നമുക്ക് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത്. ടൂറിംഗ് സ്പോട്ടിൽ ഓട്ടോമാറ്റിക്. അത് റയർ ആണ് തോന്നുന്നുണ്ട്. വളരെ റയർ ആണ്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വാഹനങ്ങളാണ് ഇത് ഇറങ്ങിയിട്ടുള്ളൂ. നമുക്ക് ടൈപ്പ് 3 വരുന്ന ഒരു 2019 G4+ ആണ്. G4+. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അലോയ്സ് ഒക്കെ കമ്പനി തന്നെ അഡീഷണൽ ആയിട്ട് കമ്പനി ക്രസ്റ്റീൽ വരും. പ്ലസ് ഒരു 6-4 എയർ ബാഗ് ആയിട്ട് വരും. അതേപോലെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസും കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് G4+ ആകുമ്പോൾ ഒരു ഓപ്ഷൻ. ടൈപ്പ് 3 കൺവേർട്ട് ചെയ്ത വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 2019 വാഹനമാണ്. 1,76,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫുൾ ഹിസ്റ്ററി എല്ലാം പക്കയാണ്. ഡിപ്പെൻസ് നോക്കുമ്പോൾ നമുക്ക് എല്ലാ ഹിസ്റ്ററി നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ തന്നെ പറയാൻ പറ്റുന്ന ഒരു വാഹനം. എത്ര നമ്മൾ ചോദിക്കുന്നത്? KL84 കൊണ്ടോട്ടി രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം 17 ലക്ഷം രൂപ കസ്റ്റമർ. 19 വാഹനമാണ് നോക്കണേ. 2019 വാഹനം വെറും 17 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഓഫർ പ്രൈസ് തന്നെ പറയാം. ഈ 17 ലക്ഷം നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്തു. അപ്പൊ അതാണ് ഫുൾ ലോണിൽ ക്രിസ്റ്റ നോക്കുന്നവർക്ക് അത് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാം. അത് 2019 മോഡൽ കൂടി വണ്ടി ഓഫർ പ്രൈസിനാണ് തരും ചെയ്യുന്നത്. ക്രിസ്റ്റ നോക്കുന്നവരെ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു കളറാണ് ഈ ഒരു കളർ. അത് നമുക്ക് ഓട്ടോമാറ്റിക് വേരിയന്റ് 2017 ഓട്ടോമാറ്റിക്. 2018 നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ 1,60,000 കിലോമീറ്റർ കമ്പനി മാത്രം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം. അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങള്, ഇന്റീരിയർ എക്സ്റ്റീരിയർ ഇത് അലോയ്സ് ഒക്കെ നമ്മൾ ഇതിലോട്ട് കൺവേർട്ട് ചെയ്താണ്. Z ഓട്ടോമാറ്റിക്കിലോട്ട് കൺവേർട്ട് ചെയ്ത വാഹനം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ഒരു ബഡ്ജറ്റിൽ ഒന്നുകൂടി ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം എന്ന് പറയാം. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം Z-ന്റെ എല്ലാ വേരിയൻസും ഉള്ള വണ്ടിയാണ്. ഓക്കെ, എല്ലാം അപ്ഗ്രേഡ് ചെയ്ത വാഹനമാണ്. 2017 1,68 വാഹനം. ഇത് കസ്റ്റമർ RT ഓഫീസിലോട്ട് NOC എടുത്തിട്ട് നമുക്ക് 15.5 ലക്ഷം രൂപയ്ക്ക് കസ്റ്റമർ കൊടുക്കാം. 15 ലക്ഷം രൂപ, 13 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം. അതും ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2017 മോഡല് മുന്തിരി കളറിൽ നിൽക്കുന്ന G4 ഓട്ടോമാറ്റിക്. ഫ്രണ്ട്സ്, നമ്മളിന്ന് റൈഡ് ഓൺ ഓട്ടോ പ്ലാന്റിലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഒരു വിശാലമായിട്ട് കാണിച്ചു തരാന്നുള്ളതുകൊണ്ട് അവിടെ നമുക്ക് മൊത്തത്തിൽ അത്രയും വാഹനങ്ങളുള്ളതുകൊണ്ട് നല്ല കൺജസ്റ്റഡ് ആണ്. അപ്പോൾ ഷെരീഫ് ക പറഞ്ഞു നമുക്ക് ക്രിസ്റ്റകളൊന്ന് പുറത്തിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ക്രിസ്റ്റയും ഇന്നോവകളും നമുക്ക് എന്താണ് പുറത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ടയോട്ടയുടെ ഒരു പാർട്ടായിരുന്നു. അടുത്ത ഒരു പാർട്ടിൽ നമുക്ക് ഷെരീഫ് ക മൈലേജ് വാഹനങ്ങൾ നല്ലൊരു ഹോണ്ട കാണിച്ചു കൊടുക്കാം, ഹുണ്ടായി കാണിച്ചു കൊടുക്കാം, മാരുതിയുടെ കാണിച്ചു കൊടുക്കാം. ഇനി എല്ലാ ചെറുവണ്ടികൾ ഏകദേശം ഒരു 10-35 വണ്ടി നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ആളുകൾ വന്നോട്ട് നിങ്ങളെ ഏത് റേഞ്ചിലുള്ള വാഹനമാണെങ്കിലും നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാം. ട്രാക്ക് കാര്യങ്ങളൊക്കെ മാക്സിമം ലോണും ചെയ്തു. അന്ന് തന്നെ നമുക്ക് ലോൺ ചെയ്യാൻ വേണ്ടിയത് മാക്സിമം 2 വർക്കിംഗ് ഡേയ്സ് ആണ്. അപ്പോൾ
ഇഷ്ടപ്പെട്ട് ഓക്കെ നിങ്ങൾ പേപ്പർ കാര്യങ്ങളൊക്കെ കൊടുത്ത് 2 വർക്കിംഗ് ഡേയ്സ് കിട്ടുക വണ്ടി കൊണ്ട് അങ്ങ് പോകാന്നുള്ളതാണ്. അപ്പോൾ ലൊക്കേഷൻ മറക്കണം, മലപ്പുറം ജില്ലയിലെ മോങ്ങം ടൗണിൽ നിന്ന് നമ്മൾ കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോകുമ്പോൾ ടൗൺ കഴിയുന്നതോടുകൂടി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ആദ്യം കാണുന്ന ഷോറൂമാണ് റൈഡൻ ഓട്ടോ പ്ലാനറ്റ്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സ് ആരെങ്കിലും ടൊയോട്ട വാഹനങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഷെരീഫ് സൈനിങ് ഓഫ്.